മുന്നോട്ട് വെച്ച പല വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവരത് കാര്യമാത്രം പ്രസക്തമായിട്ട് അവരതിനെ ഏറ്റെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വയനാട്ടിലേക്ക് നോക്കണം. ഒരു തുള്ളി പോലും വിയർപ്പ് പോലും പൊടിയാതെ, ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിയാതെ അതിഗംഭീരമായിട്ടാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുള്ളത്. നമുക്ക് സിദ്ദീഖിനെ അറിയാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ അറിയാം, അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ അത്യാവശ്യമൊക്കെ വൈറലായി, ആളുകളൊക്കെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി. ഇന്ന് തന്നെ ഈ ടൗൺഷിപ്പിൻ്റെ, വയനാട് ടൗൺഷിപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ മെൻഷൻ ചെയ്യാം. ആ ഒരു സുഹൃത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിലല്ല, കോൺഗ്രസ് അനുഭാവിയാണ്, എനിക്ക് കോൺഗ്രസിനോട് ഇഷ്ടമാണ്, എന്നാൽ ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനൊന്നല്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വയനാട് കഴിഞ്ഞ് നിങ്ങൾ കുറേ ദൂരത്തൊക്കെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നതിനേക്കാൾ കൂടുതൽ ആ വയനാട്ടിലത്തെ ആ ടൗൺഷിപ്പിനെ എന്തോ CPM ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന രീതിയിൽ അതിൻ്റെ അഹന്തയിൽ ചില ആളുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്രേ വയനാട് അതിൻ്റെ ഭാഗമായിട്ട് ആ അഹന്തയ്ക്ക് കൂടി കിട്ടിയ ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ് ഇത്തവണത്തെ ഈ ഇലക്ഷൻ്റെ സംഗതി എന്ന രീതിയിലൊക്കെ എനിക്കൊരു മറുപടി വന്നായിരുന്നു. എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ പോയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത്തവണ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഒരുപക്ഷെ അത്രയേറെ സഹായം വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആര്, നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ ഇത്തവണ അവിടെയുള്ള കുറച്ച് വോട്ടിംഗ് ശതമാനമൊക്കെ സിദ്ദീഖൻ അടക്കമുള്ള ആളുകൾക്കൊക്കെ കുറയാം. CPMന് പക്ഷേ ഇടതുപക്ഷത്തിന് ചിലപ്പോൾ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ ഒരു രാഷ്ട്രീയ രീതികൾ. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ അതാണ്. ആ കടമ ഇടതുപക്ഷ ഗവൺമെൻറ് പൂർത്തീകരിച്ചു എന്നത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമേ അങ്ങനെ പൂർത്തീകരിക്കാറുള്ളൂ എന്നുകൂടി പറയേണ്ടി വരും. ഈ പറയുന്ന വലതുപക്ഷ ആൾക്കാരൊന്നും ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങിത്തിരിച്ച് തന്നെ പൂർത്തീകരിക്കാറില്ല. അതെന്തെങ്കിലുമൊക്കെ കണ്ണിലൊക്കെ പൊടിയിടുന്ന പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവരങ്ങ് പോകും. അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ മുമ്പിലേക്ക് ഇതാരെ എഴുതിയെന്നറിയാതെ ഒരു പോസ്റ്റ് എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുപോയി. ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണല്ലോ എന്ന് എനിക്ക് അങ്ങ് തോന്നിപ്പോയി. ഇതിൽ ആദ്യത്തെ കാര്യം പറയുന്നുണ്ട്, അന്നേ തലയ്ക്ക് വെളിവുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ടൗൺഷിപ്പ് ഒന്നും കെട്ടിക്കൊടുക്കാൻ പോകണ്ട. പറയുന്നത് ഇങ്ങനെയാണ്, അന്നേ തലയ്ക്ക് വെളിവുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ അവിടെ ടൗൺഷിപ്പ് ഒന്നും കെട്ടിക്കൊടുക്കാൻ പോകണ്ട. കാരണം ഇതൊരു അനാവശ്യ ഇടപെടലാണ്. ഏകദേശം ഒരു 100 ഏക്കർ സ്ഥലം വേണം. ഇയാൾ പറയുന്നത് നിങ്ങളിപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഒരു 100 ഏക്കർ സ്ഥലം വെച്ച് കൊടുക്കുക, ഒരു ബോയിങ് വിമാനം വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും പിറ്റേ ദിവസം അവർ പറയുക, 2 ദിവസം കഴിഞ്ഞ് അവർ പറയുക, ഞങ്ങൾക്ക് 100 ഏക്കർ വെച്ച് സ്ഥലമൊക്കെ തന്നു, ഞങ്ങൾക്ക് ബോയിങ് വിമാനം തന്നു, പക്ഷേ ഞങ്ങൾക്ക് ബെൻസ് കാർ തന്നില്ല എന്ന രീതിയിൽ അവർ പരാതി പറയുമെന്നാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ മല്ലുകളാണ്, മലയാളികളാണ്, മറന്നു പോകരുത് സർക്കാരെ, മറന്നു പോകരുത് പിണറായി എന്ന രീതിയിലാണ് ഈ പോസ്റ്റ് പോകുന്നത്. നോക്കി, 100 കണക്കിന് വർഷങ്ങളായി വെള്ളം കയറി ചെല്ലുന്ന ചെല്ലാനത്തിന് വേണ്ടിയിട്ട്, ചെല്ലാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ 75 വർഷം ഇന്ത്യ ഭരിച്ചിട്ടും കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നേ, കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം LDF വരുന്നു, ഏകദേശം ഒരു 1000 കോടി മുടക്കുന്നു. ആ ചെല്ലാനത്ത് ഒരു ഗംഭീര കടൽ ഭിത്തി ഉണ്ടാക്കി. ആ കടൽ ഭിത്തിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരമാല പോലും ഇവരുടെ വീടിൻ്റെ പരിസരത്തേക്ക് ഒരു തുള്ളി പോലും ഇറ്റി വീഴില്ല. അതിൻ്റെ നേട്ടം കിട്ടിയവർ പള്ളിമുറ്റത്ത് യോഗം ചേർന്ന് തീരുമാനിച്ചു 1000 കോടി മുടക്കിയെങ്കിൽ അത് പിണറായിയുടെ വീട്ടിൽ നിന്നല്ലല്ലോ, അത് ഗവൺമെൻറ് അല്ലേ തന്നത്, പിണറായിക്ക് ഇപ്പം എന്താ, അതുകൊണ്ട് പിണറായിക്ക് എന്തിനാ നമ്മൾ വോട്ട് ചെയ്യണത് എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു നിർത്താം. അതുകൊണ്ട് ഇനി വരുന്ന വർഷം നമുക്ക് UDFന് വോട്ട് ചെയ്യാം. UDFന് വോട്ട് ചെയ്താലും പിണറായിക്ക് വോട്ട് ചെയ്താലും ഇവന്മാർ കുടുംബത്തിൽ നിന്നല്ലല്ലോ കൊണ്ടുവന്ന് തരുന്നത് എന്ന് അവരങ്ങ് തീരുമാനിച്ചു. ശരിയാണ്, UDF ആയാലും പിണറായി ആയാലും VD സതീശനായാലും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള കാശൊന്നല്ല ഈ ചിലവാക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ കാശാണ്, ജനങ്ങളുടെ കാശാണ്. പക്ഷെ അത് ചിലവാക്കണം, അതെങ്ങനെ ചിലവഴിക്കണം, ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കണം, ചിലവഴിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ അത് ഗുണമുണ്ടാവണം എന്ന് കൃത്യമായിട്ട് ഒരു വിഷനുള്ള ആൾക്കാർക്കാണ് അത് ചിലവഴിക്കാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 75 വർഷമായിട്ടും കോൺഗ്രസ് ഭരിച്ചിട്ട് ഒരു ഭിത്തി പോലും പണിയാത്ത അവിടെ
കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ചെല്ലാനത്ത് ഒരു ഗംഭീര കടൽഭിത്തി പണിയുകയും ആ ചെല്ലാനത്തെ ആളുകൾ മുഴുവൻ സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചെല്ലാനത്തെ ആളുകൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അതെല്ലാം ചെയ്തു കൊടുത്ത പിണറായി വിജയൻ സർക്കാരിനെ അങ്ങോട്ട് എന്ന് പറയുകയും UDF വോട്ട് ചെയ്യുകയും എന്ന് പറയുന്ന നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ. ചെല്ലാനവും വയനാടും ഈ 2 സ്ഥലങ്ങൾ എടുത്തിട്ടാണ് ഈ ചെങ്ങാതി എഴുതി വെച്ചിരിക്കുന്നത്. 2 തരം മതവർഗീയ കൃഷിയുടെ വിളവെടുപ്പാണ് ഈ ഭാഗത്തൊക്കെ നടന്നതെന്നാണ് ഈ ചെങ്ങാതി എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇനി രണ്ടാമത്തെ കാര്യം, ഏകദേശം ഒരു 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. സർക്കാരിന് വേറെ പണിയില്ലാണ്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മാസം ഒരു 1000 കോടി വീതം, ഒരു 1200 കോടിയോളം രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. നോക്കൂ, ഒരു 1000 കോടി ഓരോ മാസം വേണ്ടിയിട്ട് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. ആ തുക ഗവൺമെൻറ് മറ്റ് എന്തെങ്കിലും പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിലോ എന്തോരം വൻ പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാം. ഇനി എൻ്റെ വർത്തമാനം കേട്ടിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഇതൊക്കെ തീരുമാനിക്കുകയാണാവോ? എന്ത് 3000 വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ എത്ര കോടി കൊടുക്കേണ്ടി വരും ഓരോ മാസവും? ആ പരിപാടി വേണ്ട. ആ പരിപാടിക്ക് പകരം ഓരോ മാസത്തെയും ഈ കോടികൾ നമുക്ക് വേറെ വല്ല പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് അവന്മാർ തീരുമാനിക്കുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും അതും വെറുതെ കൊടുക്കുന്നൊരു പരിപാടിയായി പോയി. കാരണം വലിയ ഗുണമൊന്നും കിട്ടിയില്ല. ഇനി പെൻഷൻ ആവശ്യമുള്ള വെറും 5 ലക്ഷം പേര് കേരളത്തിലുണ്ടാവും. ബാക്കി 55 ലക്ഷം പേർക്ക് കൊടുക്കുന്ന പണം വേസ്റ്റൊക്കെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് കണക്കെടുക്കുകയാണെങ്കിൽ വയനാട് വീടുകൾ, ചെല്ലാനം കടൽഭിത്തി, ഹൈടെക് സ്കൂളുകൾ, ഹൈടെക് ആശുപത്രികൾ, അടിപൊളി ഗംഭീര റോഡുകൾ, പൊതിച്ചോറ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഞാനീ പറയുന്ന ഇന്നും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷം പേർക്ക് പെൻഷൻ എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് അവസാനം എന്താ കിട്ടിയേ? LDF ആനമുട്ട കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഈ മനുഷ്യൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ ചെങ്ങാതിയുടെ രീതി, എഴുത്ത് രീതി അതാ. ഗവൺമെൻറ്റിന് ആനമുട്ട പുഴുങ്ങി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത്. നോക്കൂ, ഇനി അതൊന്നും പോരാഞ്ഞ് നമുക്ക് കോൺഗ്രസിനെ കണക്കെടുക്കാം. ഏകദേശം അവരൊരു 351 കോടിയോളം അവർ പിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പിരിച്ചതിൽ ഇപ്പം അവരുടെ കയ്യിൽ അക്കൗണ്ടിൽ കിടക്കുന്നത് വെറും 6 കോടി ഉറുപ്പ്യാണ്. ആ 6 കോടി ഉറുപ്പ്യക്ക് ഒരു ഭൂമി വാങ്ങിച്ചിട്ടു എന്ന് അവർ പറയുന്നു. വല്ലവരും ചോദിച്ചാ, വല്ലവരും ഇവർക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കിയ അത്രയും തുക പിരിച്ചു കഴിഞ്ഞാൽ ആ വയനാട്ടുകാർക്ക് അവർ 130 പേരൊക്കെയോളം വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നത്. വീട് വെച്ച് കൊടുത്താ അങ്ങനെ വീട് വെച്ച് കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാതിരുന്ന ഇല്ലല്ലോ. അവിടെയുള്ള സിദ്ദീഖിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 2500 2400 എങ്ങാണ്ട് വോട്ടിംഗ് എന്താ പറയുക ശതമാനം കൂടുതലായിരുന്നു. ഇത്തവണ എത്ര? 45,000 45,000 കൂടി. അതായത് ഒന്നും ചെയ്തു കൊടുക്കാത്തവന് കിട്ടിയത് 45,000. എല്ലാം ചെയ്തു കൊടുത്തവന് കിട്ടിയത് ഇപ്പം നമ്മൾ കണ്ടല്ലോ, 30ലേക്ക് ചുരുങ്ങി വോട്ടെ. മൊത്തം സീറ്റ് 30ലേക്ക് ചുരുങ്ങി. അപ്പം അതായത് നമ്മുടെ നാട്ടുകാർക്ക് എന്തുണ്ടായാലും ഒന്നും ചെയ്തു കൊടുക്കരുത് എന്നുള്ളതാണ്. ഇനി 1 കോടി വില വരുന്ന വീടും മറ്റു സാമഗ്രികളും കൊടുത്ത LDF ഒരു വോട്ട് അവർ കൊടുത്തിട്ടില്ല. മൂഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് മൂഞ്ചിച്ചു. അതായത് LDF പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളതാണ്. ആളറിഞ്ഞിട്ട് വിളമ്പി കൊടുക്കുക, അല്ലാതെ എല്ലാവർക്കും അങ്ങോട്ട് വിളമ്പി കൊടുക്കല്ലേ. ഇനി DYF എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. വല്ല ഗുണമുണ്ടാ? വല്ല കാര്യമുണ്ടാ? ആ പൊതിച്ചോറ് കിട്ടിയതിൽ അത് തിന്ന് പോയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ UDF വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുക ഞങ്ങൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല എന്നൊക്കെ ആയിരിക്കും. ശരിയാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല DYF ഈ പൊതിച്ചോറ് കൊടുക്കുന്നത്. അതൊരു നന്മയുടെ ഭാഗമാണ്. അതിനിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും, ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഞാൻ പറഞ്ഞാലും ലവന്മാരത് നിർത്താൻ പോകുന്നില്ല. അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് അവരുടെ രീതിയാണ്. ഇനി ഞാനൊക്കെ ആഗ്രഹിക്കുന്ന സംഗതി, ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരു നിപ്പ ഉണ്ടായി അല്ലേ, കൊറോണ ഉണ്ടായി, പിന്നെ വയനാട് ആ ഒരു ഇതുണ്ടായി, പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി. 4 ഗംഭീരമായിട്ട് കേരളത്തെ പിടിച്ചു കുലുക്കിയ വലിയ 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 ദുരന്തങ്ങൾ നമ്മളെ കടന്നുപോയി. ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ കടന്നുപോയത് നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ നല്ല തലച്ചുള്ള ഒരു മനുഷ്യൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ വന്നു പോയത്. പൊന്നു സുഹൃത്തുക്കളെ, ഈ കൊറോണ വന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞൊരു കാര്യം, നല്ല ചൂടുള്ളപ്പോൾ കൊറോണ മരിച്ചു പോകുന്ന പറഞ്ഞേ.
നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കൊറോണ അതിലൂടെ ഒഴുകിപ്പോയി അത് ഈ ആകാശത്തുള്ള എന്തൊരു സാധനമാണ് അതുകൊണ്ട് ഒഴുകിപ്പോയിക്കോളും എന്ന്. ഞാനിനി പ്രാർത്ഥിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇനിയുള്ള ഈ ഒരു 5 വർഷക്കാലത്ത് വരരുത് നമ്മുടെ നാട്ടിൽ. ഒരു ദുരന്തം ഉണ്ടാവരുതേ, കൊറോണ പോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവരുതേ, വെള്ളപ്പൊക്കം ഉണ്ടാവരുതേ, വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവരുതേ. ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ആ കിടന്നോടത്ത് അവിടെ കിടക്കുക എന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. ബൈ.